റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റത് സംസ്ഥാനത്തിന് പുറത്താണെന്ന നിഗമനത്തിലേക്ക് എത്തുകയാണ്. ശനിദോഷം അകറ്റാനും ഐശ്വര്യത്തിനും വേണ്ടിയെന്ന വ്യാജേനയാണ് വിറ്റതെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കോടികൾ കൈമാറ്റം ചെയ്തു എന്നാണ് നിഗമനം. കേരളത്തിന് പുറത്ത് അന്വേഷണം വേണമെന്ന് ദേവസ്വം വിജിലൻസ് ശുപാർശ ചെയ്യും. പ്രസാദ്, അതാണ് നേരത്തെയും കിട്ടിയിരുന്ന സൂചന. കേരളത്തിന് പുറത്തുള്ള കോടീശ്വരന്മാരായ ഭക്തരെ പറ്റിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള വിവരം നേരത്തെ ലഭിച്ചിരുന്നതാണ്. അപ്പോൾ വാങ്ങിയ ആൾക്കത് മോഷണം മുതലാണെന്നറിയില്ല. വാങ്ങിയ ആളത് ഭക്തി പുരസ്സരം വാങ്ങുന്നു. അതിന്റെ മൂല്യം അതിന്റെ സ്വർണത്തിലല്ല, അതിന്റെ മൂല്യം ഭഗവാനുമായി ബന്ധപ്പെട്ട പാളി എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് കോടികൾ തന്നെ മറിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ട പ്രസാദ്, എന്താണ് ലഭിക്കുന്ന സൂചന? അത് തന്നെയാണ് ശ്രുതി. 2019 ജൂലൈ മാസം 19-നും 20-നും ആണ് 14 പാളികൾ ഇളക്കി മാറ്റിയതായി ദേവസ്വത്തിന്റെ മഹസറിൽ, ശബരിമലയിലെ മഹസറിലുള്ളത്. ഈ 19-ാം തീയതിയും 20-ാം തീയതിയുമായി ഇളക്കി മാറ്റിയത് 39 ദിവസങ്ങൾക്ക് ശേഷമാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയത് എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഈ 39 ദിവസമാണ് ശ്രുതി ഇതിലേറെ നിർണായകം. അതായത് സ്വർണം പൊതിഞ്ഞ ചെമ്പ് തകിടുകളാണ് ദ്വാരപാലക വിഗ്രഹത്തിന്റെ പാളികളായി ഉണ്ടായിരുന്നത്. അത് 14 എണ്ണവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് സ്മൃതി സൂചിപ്പിച്ചതുപോലെ സ്വർണത്തിന്റെ വിലയ്ക്കല്ല വിറ്റിരിക്കുന്നത് ഇത് ശബരിമലയിലെ സ്വർണപ്പാളികളാണ് എന്ന് പറഞ്ഞിട്ടാണ് വിശ്വാസികൾക്ക് വിറ്റിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ യഥാർത്ഥ സ്വർണത്തിന്റെ എത്രയോ മടങ്ങ് വാങ്ങിയിരിക്കാനാണ് സാധ്യത. ഈ ദിവസങ്ങളിൽ ഈ പറയുന്ന 39 ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൈമാറി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്താത്ത ഈ 38-39 ദിവസങ്ങൾക്കുള്ളിൽ ചെന്നൈ, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് ഇതും കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി യാത്ര ചെയ്തതായും ഒരുപാട് ആളുകളെ കണ്ടതായും എവിടെ വെച്ചാണ് ഇത് കച്ചവടം ഉറപ്പിച്ച് കൈമാറിയത് എന്ന സ്ഥിരീകരണം ഉൾപ്പെടെ ദേവസ്വം വിജിലൻസിന് കിട്ടി എന്നാണ് വിവരം. ഇനിയിപ്പോൾ അതിൽ കൃത്യമായ സ്ഥിരീകരണം വരേണ്ടത് അത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദേവസ്വം വിജിലൻസ് സ്ഥിരീകരിക്കുന്നത് അന്ന് അവിടെ നിന്ന് അഴിച്ച് കയ്യിൽ കിട്ടിയ സ്വർണം പൊതിഞ്ഞ ചെമ്പു തകിട് അത് വിറ്റതിന്റെ പിന്നാലെ അതേ അളവിലുള്ള ചെമ്പിന്റെ പാളികൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിൽ സ്വർണം ചെറിയ രീതിയിൽ പൂശിയിട്ടുണ്ടാകാം എന്ന് കരുതുന്നുണ്ട്. അങ്ങനെ പ്രത്യേക അച്ചുണ്ടാക്കി പ്രത്യേക ചെമ്പ് പാളികൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിന് കിട്ടിയ വിവരം. അതുകൊണ്ടാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ബന്ധപ്പെട്ടവർ പറഞ്ഞത് തങ്ങളുടെ കയ്യിൽ കിട്ടിയ ഈ ചെമ്പ് പാളികൾ അത് കാലപ്പഴക്കമില്ലാത്തതാണ് എന്ന് സ്മാർട്ട് ക്രിയേഷൻസ് പറയാനുള്ള കാരണം. അതായത് ഈ 39 ദിവസം എടുത്തത് ഇത് കച്ചവടം ചെയ്ത് ഈ വിശ്വാസത്തെ കച്ചവടം ചെയ്ത് വിൽക്കാനും അതോടൊപ്പം തന്നെ ഈ ചെമ്പ് പാളി വേറെ തന്നെ ഉണ്ടാക്കാനുമാണ് എന്ന നിഗമനത്തിലേക്കാണ് ദേവസ്വം വിജിലൻസ് എത്തുന്നത്. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം വ്യക്തമാവുകയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ വിശ്വാസികളുടെ വിശ്വാസത്തെ കൊള്ളയടിച്ചു എന്നുള്ളതാണ് ശ്രുതി. ആ സ്വർണത്തിന്റെ വിലയല്ല, മറിച്ച് അതുപയോഗിച്ചുകൊണ്ട് നിരവധി വിശ്വാസികളിലേക്ക് ഇത് വിൽക്കാൻ വേണ്ടി, വിശ്വാസത്തെ വിൽക്കാൻ വേണ്ടി എടുത്തു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പറയുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇങ്ങനെ ചെയ്യാൻ ഉദ്യോഗസ്ഥരുടെ പിന്തുണ കൊണ്ട് മാത്രം കഴിയുമോ എന്ന ഗൗരവമായ ചോദ്യമാണ് ഉയരുന്നത്. അതിലേക്കായിരിക്കും ഇനി ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണവും നീളാനുള്ള സാധ്യത. ശ്രുതി, തീർച്ചയായും ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ എന്തൊക്കെയാണ് ഇനി പുറത്തേക്ക് വരിക എന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും കുറെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ വിവരങ്ങളാണ് നൽകിയത്. ഏതായാലും പ്രതിക്കൂട്ടിൽ ആരൊക്കെ എന്നുള്ള ആ പേരുകൾ പൂർണ്ണമായും പുറത്തേക്ക് വരേണ്ടതുണ്ട്. TV പ്രസാദും റഹിസ് റഷീദുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.